ഒരിക്കൽ കൂടി പറയുന്നു, ഇന്ത്യൻ അതിർത്തികളെ മാനിക്കാതെ ഭരണഘടന പറയാത്ത ഒന്നിനെയും നാം അംഗീകരിക്കേണ്ട കാര്യമില്ല. ഗവർണർ രജിസ്ട്രാറോട് അനാദരവ് കാണിച്ചെന്നാണ് മറ്റൊരു ആരോപണം. യഥാർത്ഥത്തിൽ ഗവർണർ സർവകലാശാല ചട്ടങ്ങളോട് അനാദരവ് കാണിക്കുകയാണ് ഉണ്ടായത്. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ സ്ഥിരം നിയമം ലംഘിക്കുന്നു എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. ചട്ടലംഘനം നടത്തിയതിനാൽ പരിപാടി റദ്ദാക്കി എന്ന് അറിഞ്ഞിട്ടും പരിപാടിയിൽ പങ്കെടുത്ത ഗവർണറാണ് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം നടത്തിയിരിക്കുന്നത്. വൈസ് ചാൻസലർ ആ പദവിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കും. ഗവർണറുടെ കൂടിത്തല്ലുകാരനെ പോലെ വൈസ് ചാൻസലർ പ്രവർത്തിക്കും. ഇത് കേരളമാണ്. അങ്ങനെയുള്ള ഒരു ചട്ടമിത്തരവും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറല്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കും.